ഹലോ ഗൈസ്, കുറച്ച് സുന്ദരിയൊക്കെ ആയിട്ട് ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു സ്ഥലത്തേക്കുള്ള പോക്കാണ് ഇന്നത്തേത്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഈ ഒരു സ്പേസ്. എവിടെയാണെന്ന് വെച്ചാൽ മുള്ളകുന്ന് പള്ളിയാണ്. മുള്ളകുന്ന് സ്കൂളിൽ പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഈ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി പോലും പള്ളിയിൽ കയറാതെ പോയിട്ടുണ്ടാവില്ല. അത്രയ്ക്കും മൈൻഡ് ഫ്രഷ് ആക്കി വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. അന്നത്തെ കാലത്ത് യേശു എന്താന്ന് പോലും അറിയില്ലെങ്കിലും മെഴുകുതിരി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മരുതോങ്കര എത്തിയപ്പോൾ ഇവന്മാർ എന്നെ വിളിക്കുന്നത്, നീ വരുന്നോ പള്ളിയിലേക്ക്, ഞങ്ങൾ പോകുന്നുണ്ട്. ഒന്നും മറിച്ച് ചിന്തിക്കാതെ ഞാൻ പറഞ്ഞു തീർച്ചയായും. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം, ഒരു ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം പണ്ടത്തെ ഓർമ്മകൾ എനിക്ക് വന്നു. ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ. ഞാൻ അവർക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഇത് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുട്ടനും എന്തൊക്കെയോ പറയുന്നുണ്ട്, കാരണം അവനും ഇവിടെ പഠിച്ചതാണ്, അവനും അറിയാം പള്ളിയും കാര്യങ്ങളൊക്കെ. സ്കൂളും പള്ളിയും അടുത്തായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പള്ളിയിലേക്ക് വരാൻ പറ്റുമായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പൈപ്പിൽ വെള്ളം തീർന്ന ആൾ പള്ളിയിൽ വന്ന് പാത്രം കഴുകും, ബംബ്ലൂസ് പറിക്കും, ഡാൻസ് പ്രാക്ടീസ്, അങ്ങനെ ഓരോന്നിനും നമ്മളിപ്പോൾ പള്ളിയിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പം പള്ളിയായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് വന്നത്. സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ സ്കൂള് ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടോ. പഴയ ബിൽഡിംഗ് ഒക്കെ കുറച്ച് മാറി പുതിയ ബിൽഡിംഗ് ഒക്കെ വന്ന്. പിന്നെ ഞാനും കുട്ടനും ടൗണിൽ പോയി 2 പെട്ടി മെഴുകുതിരിയൊക്കെ വാങ്ങി. പണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും ദൈവമേ അതൊന്നും നടത്തി തരണേ, 2 പെട്ടി മെഴുകുതിരി കത്തിക്കാന്നൊക്കെ പ്രാർത്ഥിച്ച് അത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു, കത്തിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ എത്രയോ കാലമായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരു പെട്ടി മെഴുകുതിരിയൊക്കെ വാങ്ങി കത്തിക്കാമെന്ന്. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കുറേ സമയം അവിടെ ഇരുന്നിട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു.